ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മറ്റൊന്നും നോക്കുന്നില്ല. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. അദ്ദേഹത്തിന് നിങ്ങളുടെ കുറിച്ചുള്ള ചിന്ത എന്താണ്? ഇപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ? തുടർന്ന് ഭാവിയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അടുത്ത് തന്നെ ഭാവിയിൽ എന്ത് തീരുമാനം അദ്ദേഹം എടുക്കുന്നത്? ഇന്ന് കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് മൂഡ് തോന്നുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നു ഒക്കെ തോന്നുകയാണെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് ചെറിയൊരു കുടിക്കയാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ നമ്മുടെ എനർജി ആയിട്ട് നമ്മുടെ എനർജി പോകും. അപ്പോൾ ചില വ്യക്തികൾ അങ്ങനെയാണ്, നമ്മുടെ മൊത്തം എനർജി അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആരോടും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ തളർച്ച ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ബോഡി മൊത്തമായിട്ട് തളർന്നു പോയോ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടും തന്നെ വീട്ടിൽ വന്ന് കയറിയാൽ ഉടനെ തന്നെ, പുറത്തൊക്കെ പോയിട്ടാലും വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യുക, കുറച്ച് സാൾട്ട്, അതായത് ക്രിസ്റ്റൽ സാൾട്ട്, അതായത് കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങൾക്കത് നിങ്ങൾ കുളിക്കാൻ പോകുന്ന വെള്ളത്തിൽ കുറച്ച് 3-4 കല്ലുപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക. അതിൽ കുളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് പറ്റത്തില്ല എങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് കാല് മുക്കി വെക്കുക. 2-3 മിനിറ്റ് കാല് മുക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ എനർജി എല്ലാം, ബ്ലാക്ക് എനർജി എല്ലാം അതിൽ പോയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ അല്ലെങ്കിൽ കുളിക്കുകയാണെങ്കിൽ ഏറ്റവും ബഹത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ചിമ്മയത്തെ തലയിലും കുഴിക്കരുതും, ഉള്ളി ബോഡി മാത്രം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പുവെള്ളം കലക്കി മേത്തൊഴിച്ചിട്ട് നിന്നാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് നന്നായിട്ട് കുളിച്ചിട്ടിറങ്ങുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി മൊത്തം പോവുകയും നിങ്ങൾക്ക് പോസിറ്റീവിലേക്ക് നല്ല പെട്ടെന്ന് തന്നെ എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു ഇതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കർപ്പൂരം എടുത്തിട്ട് നിങ്ങൾ മൊത്തം ഒഴിഞ്ഞിട്ട് പുറത്തുകൊണ്ടുപോയി കത്തിക്കാവുന്നതാണ്. എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ ഇവിളയ്യോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെങ്കിലും പ്രാക്കോ ഇവിളയൊക്കെ ഉണ്ടെങ്കിൽ, കണ്ണീറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു കർപ്പൂരം എടുത്തിട്ട് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് പുറത്തുകൊണ്ടുപോയി കത്തിച്ച് കളയുക. അതും നല്ലൊരു റെമഡിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്തെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫൂളാണ്. ഫൂൾ എന്ന് പറഞ്ഞാൽ അത് മേജറാക്കാനുള്ള കാരണമാണ് അദ്ദേഹം പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം വിട്ടുപോയിട്ട്, അതായത് എന്തെല്ലാം പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം വിട്ടിട്ട് നിങ്ങളോട് ആണെങ്കിലും ആരോടാണെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത്. പാസ്റ്റെല്ലാം ദൂരെ കളഞ്ഞ് ഒരു സന്തോഷത്തോടെ യൂണിവേഴ്സിനോടൊപ്പം മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത്. നല്ലൊരു ചിന്താഗതിയിലേക്ക് പോസിറ്റീവായിട്ട് അദ്ദേഹം വരുന്നിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്തെങ്കിലും ഉണ്ടോ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ക്യൂൺ ഓഫ് കപ്സ് ആണ്. ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ അദ്ദേഹത്തെ കെയർ ചെയ്യുമായിരുന്നു, അദ്ദേഹത്തെ വളരെ അധികം ശ്രദ്ധിക്കുമായിരുന്നു, അദ്ദേഹത്തിന് വേണ്ട പരിചരണം കൊടുക്കുമായിരുന്നു. അതൊക്കെയാണ് കാണുന്നത്. വളരെയധികം നിങ്ങൾ വളരെ നല്ല വ്യക്തിയായിരുന്നു. വളരെ നന്നായിട്ട് സ്നേഹിക്കുകയും നന്നായിട്ട് കെയർ ചെയ്യുന്ന, അതിനൊപ്പം നിന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വളരെയധികം സ്നേഹവും നല്ലൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹം ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്ന 4 ഓഫ് സോഡാണ്. 4 ഓഫ് സോഡെന്ന് വെച്ചാൽ തൽക്കാലം അദ്ദേഹം ഒന്നും തീരുമാനിക്കുന്നില്ല, റെസ്റ്റിലാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കാണാം ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ട്. അതാണ് കാണുന്നത്. ഇപ്പോൾ തൽക്കാലം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ തുടർന്ന് എന്താണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ എംപ്രസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുപോകാനും നിങ്ങളൊരു രാജ്ഞിയായിട്ട് വാഴിക്കുവാനും നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാജ്ഞി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലേഡീസ് ആണെങ്കിൽ അവരുടെ ഭർത്താവിനെ നല്ല രീതിയിൽ നോക്കുവാനും, അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ അവരുടെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കുവാനും അവരാഗ്രഹിക്കുന്നു. തിരിച്ചു കൊണ്ടുപോയി നല്ലൊരു നിലയിൽ നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനും ഒരുമിച്ച് പോകാനും അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് കിട്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്കുക. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.